കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്ന് കാണിക്കുന്ന വിശേഷങ്ങളായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇടുന്ന വിശേഷങ്ങൾ മാത്രമാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രുതിനെ അന്വേഷിച്ച ചന്ദ്രമതി ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്രുതിക്കും മീരയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ ഇപ്പം ഗ്രീൻലാൻഡ് എന്ന് മാറ്റിയിരിക്കുകയാണ്. കാരണം ബ്യൂട്ടി പാർലർ വിറ്റ വിവരമൊന്നും ചന്ദ്രമതിക്ക് അറിയില്ല. ആ പേര് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നും മറിച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാലും ചന്ദ്രമതിനെ ഒന്ന് സൂചിപ്പിച്ചു വിടണല്ലോ. ബാ, അമ്മയ്ക്ക് തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞു, ഒന്ന് മസാജ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. ഈ സമയത്താണ് അതിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നത്. എല്ലാ മാസം വരുന്നതാണ് കണക്കുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അന്നും വന്നു. ഈ സമയത്ത് മീരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീര പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ തുണി കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന അതങ്ങോട്ട് പെട്ടെന്ന് മാറ്റുവാണ്. ആ പേര് ഗ്രീൻലാൻഡ് എന്നാക്കി വെച്ചു. ദൈവമേ, ഇവരിനി എന്തിനാണോ വന്നിരിക്കുന്നത്? അല്ല, ശ്രുതി ഇല്ലേന്ന് ചോദിക്കുക. ശ്രുതി ഉണ്ട് മാം, അകത്താന്ന് പറയണം. ഓ, കസ്റ്റമർ കാണുമല്ലേ, എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാന്ന് പറയാം. വേണ്ട മാം, ഞാൻ ശ്രുതിനെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അവർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ അവരുടെ ഫോൺ ബെല്ലടിച്ചു. ആ സമയം അവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, അവരോട് പറഞ്ഞേരെ ഇനി അവരോട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞേരെ. കള്ളത്തരം കാണിക്കുന്ന മാത്രം എനിക്ക് പിടിക്കത്തില്ല എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മീര അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമായി. എന്താ കാര്യം? ദേ, അവർ ഓണർ വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയണം. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ, നീ പെട്ടെന്ന് അവരെ പോയി ഒന്ന് മാനേജ് ചെയ്യ, ഞാൻ അപ്പത്തേനും അങ്ങോട്ട് വരാന്ന് പറയണം. പിന്നീട് ശ്രുതി ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അകത്തേക്ക് ഇരുന്നാലോ, അവിടെ ഒരു മുറി ഉണ്ടെന്ന് പറയണം. അതെന്താ മോളെ അകത്തിരിക്കണേ? അല്ലമ്മേ, ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നില്ലേ, നല്ല ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് ഇരിക്കാന്ന് പറയണം. ഓ, അങ്ങനെയാണോ? എന്നാ ശരി വാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ചന്ദ്രമതിനെ. അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തി. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, മോൾക്കറിയാലോ, എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ശ്രീകാന്തില് അവര് വിവാഹം നടത്തണം. നല്ലൊരു ആലോചന വന്നേ കണ്ടോ. ആ ആലോചന മുടക്കി കളയാൻ വേണ്ടി മാത്രമാണ് സച്ചി അവിടെ നിന്നത്. അവന് ഒറ്റ എഴുത്തം കാരണം ആ ആലോചന മുടങ്ങിപ്പോയത്. പക്ഷെ ഒരു നല്ലൊരു ബന്ധം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി എന്നാലും കുഴപ്പമില്ല, ഇനി മോളുടെ അത്ര ഉയരത്തിലുള്ള ബന്ധമൊന്നും എന്റെ മോന് കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല ബന്ധം, ഒരു നല്ല പെണ്ണിനെ എവിടെയാലും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു, അമ്മേ ഈ വെള്ളരിക്ക നമ്മുടെ കണ്ണി വെക്കട്ടെ എന്ന് ചോദിക്കുക. അതെന്തിനാ മോളെ? കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ നല്ലതമ്മയെന്ന് പറയണം. ആണോ? എന്നാ വെച്ചോളാൻ പറയണം. അങ്ങനെ കണ്ണിന് പുറത്ത് വെള്ളരിക്കൊക്കെ വെക്കുവാണ്. ഈ സമയം മീര അങ്ങോട്ട് വന്നു. മീരയുടെ കയ്യിലേക്ക് മസാജ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ശ്രുതി പതുക്കെ അവിടെ നിന്നും കൂടെ മാറുവാണ്. മീര മസാജ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ പെട്ടെന്ന്? മുമ്പ് ഇതുപോലെ അല്ല മസാജ് ചെയ്തേ, എന്തേലും പറയാൻ പറ്റുമോ? എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്റെ സൗണ്ട് കേട്ട് അതോടുകൂടി തീർന്നു. താനാന്ന് അറിഞ്ഞു വെച്ചിട്ട് ചന്ദ്രമതി നേരെ റിസപ്ഷനിലേക്ക് ചെല്ലും. ആകെപ്പാടെ വള്ളിയോ, മാനേജർ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്തപ്പോ സമുദ്ര എത്തുന്ന പോലെ തോന്നി മീരയ്ക്ക്. മീരയൊന്നും മിണ്ടിയില്ല. പിന്നീട് ശ്രുതിയോട് എന്നവണ്ണം ചന്ദ്രമതി പറയണം, അത് മോളെ ഏതെങ്കിലും ഒരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. നല്ല വീട്ടിലെ പെണ്ണായിരിക്കണം. ദേ, നിനക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടേ കണ്ടെത്തണം കേട്ടോ. പിന്നൊരു കാര്യം, ദേ നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നീ ഉടനെ മീരയുടെ പേരെങ്ങും പറഞ്ഞേക്കല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ നോട്ട് വെച്ചേക്കുക. നിന്റെ സുധിര കല്യാണത്തിനന്ന് ദേ ശ്രീകാന്തുമായിട്ടുള്ള അവളുടെ അടുത്തടുത്തുള്ള നിപ്പും മട്ടുമൊന്നും എനിക്കങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആണുങ്ങളെ വില വെക്കാത്തൊരു സ്വഭാവ. ദേ അവളുടെ പേരൊന്നും പറഞ്ഞിട്ട് മോൾ അങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറയാം. ഇത് കേട്ടത് മീരയ്ക്ക് നല്ല ദേഷ്യം വന്നു. മീര 2 ചക്കം കൂടെ വെച്ചു കൊടുക്കുവാണ്. എന്താ മോളെ ഇത്ര ഹാർഡായിട്ട് മസാജ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഒന്നും മിണ്ടിയില്ല. കണ്ണില് ഇത് വെച്ചേക്കുന്നോണ്ട് ചന്ദ്രമതിക്ക് കാണത്തില്ലല്ലോ. ചന്ദ്രമതി കണ്ണടച്ചിരിക്കുവാണല്ലോ. ആ ഒരു സമാധാനമായിരുന്നു മീരയ്ക്ക് ഉണ്ടായിരുന്നേ. ഈ സമയം ശ്രുതി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ മാനേജർ പറഞ്ഞു, ഈ മന്തിലെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം എന്ന് പറയാം. അതിനെന്താ വരാൻ പറയാണ്. അങ്ങനെ റിസപ്ഷനിലേക്ക് ഇരിക്കുകയാണ്. പിന്നീട് സിസ്റ്റത്തിനകത്ത് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അതെ പുതിയ പുതിയ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ശ്രുതി ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ബ്രാഞ്ചിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. ബാക്കി എല്ലാ ബ്രാഞ്ചിൽ നിന്നും എപ്പോഴും പരാതികളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ശ്രുതി എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കി തൃപ്തിപ്പെട്ടു. ഈ സമയം ശ്രുതി അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് മീര പറഞ്ഞു, അതെ നീ ഒന്ന് തിരുമാൻ പറയാണ്. അങ്ങനെ ശ്രുതി തിരുമുക. ഈ സമയം ചന്ദ്രമതി ചോദിച്ചു, എന്താ മോളെ മുമ്പത്തെ പോലെ അല്ല, വീണ്ടും എന്തൊരു മാറ്റം ഉണ്ടല്ലോ? അതമ്മേ ഞാൻ പുതിയ മസാജ് ഒക്കെ ട്രൈ ചെയ്യുന്നാന്ന് പറയണോ? ഓ,
അങ്ങനെയാണോ? അന്നെങ്കിൽ മോൾ ഇനിയും പുതിയ പുതിയ മസാജുകളൊക്കെ ട്രൈ ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് മീരയുടെ കൊടുത്തിട്ട് വീണ്ടും ശ്രുതി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ഒരോട്ടപ്രദക്ഷിണം തന്നെ നടക്കുന്നേ. കാരണം രണ്ടുപേരും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല, ബ്യൂട്ടി പാർലർ വിറ്റ കാര്യമൊന്നും അറിയാൻ പാടില്ല. ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കണക്കുകളൊക്കെ ബോധ്യപ്പെട്ടു. എന്നാ ശരി, ഞാൻ ഇനി അടുത്ത മന്ത് വരാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ഒരു ശ്വാസം നേരെ വേണേ. ഈ സമയം മീര അങ്ങോട്ട് വന്നു. മീര വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എത്ര നാൾ തുടർന്നു പോകുന്നിടത്താ നീ ഇരിക്കുന്നേ? ഇത് കേട്ട ശ്രുതി പറഞ്ഞു, എനിക്കറിയത്തില്ലല്ലോ എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ഇവിടെ ഈ ജോലി ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല. ഈ ബ്യൂട്ടി പാർലർ എത്ര കിടന്ന് മരിച്ചു കിടന്ന് പണി ചെയ്താലും ശമ്പളം കിട്ടുന്ന ഇത്രയ്ക്ക് കിട്ടുള്ളൂ. എന്തൊരു അധ്വാനം. ഇപ്പൊ സ്വന്തമായിരുന്നെങ്കിൽ ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ നമ്മുടെ ലാഭമല്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത്, സത്യങ്ങളൊക്കെ ആദ്യം തന്നെ തുറന്നു പറയാനിട്ട് നീ അനുസരിച്ചോ, ഇനിയിപ്പൊ അനുഭവിച്ചോ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. നീ ഇങ്ങനെ കുത്തി പറയല്ലേ? കുത്തി പറയുന്നതിനാണോ കുഴപ്പം? ഉള്ള സത്യങ്ങളൊക്കെ കല്യാണത്തിന് ശേഷമെങ്കിലും തുറന്നു പറയായിരുന്നു. നീ അതും ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ കിടന്ന് ഒട്ടായിട്ട് ഓടുന്നേ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞ്, എത്രയും പെട്ടെന്ന് അമ്മേനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ഇനിയിപ്പൊ അമ്മേനെ ആദ്യം ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. അവരെ പറഞ്ഞു വിട്ടോണ്ട് എന്താ ഗുണം ഇരിക്കുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അമ്മായിമ്മ അവരുടെ അസുര വിത്ത. അവരെന്നെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? പിന്നെ ഞാനത് കേട്ടോണ്ട് മര്യാദയ്ക്കാൻ കൂടി ഇരുന്നു. എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല. വെറുതെ അല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന പറയാണ്. പിന്നീട് ശ്രുതിയോട് മീര പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ? നീ ഒരു കാര്യം ചെയ്യ, സച്ചിനെ അല്ല, നീ ഒരു കാര്യം ചെയ്യ, സ്തുതിനെ വിളിച്ചോണ്ട് നീ എവിടെയെങ്കിലും വാടകയ്ക്ക് എങ്കിലും മാറാൻ പറയാണ്. എന്നിട്ട് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ കുഴപ്പമില്ലോ, ആ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലേ നിനക്ക് പ്രശ്നങ്ങളുള്ള ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറയണേ. ഇനി എന്താ കുഴപ്പം? കടങ്ങളൊക്കെ വീട്ടിൽ ആധാരം തിരികെ എടുത്ത് കൊടുത്തില്ലേ, ഇനി നിനക്ക് എന്ത് ബാധ്യത ഉണ്ടോന്ന് ചോദിക്കും. അങ്ങനെയല്ല, അമ്മയ്ക്ക് എന്നെ ഭയങ്കര കാര്യമാ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം സുധീനെ വിളിച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന വർഷം രണ്ടും കളിപ്പിച്ചായിരുന്നു. വർഷം നേരെ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചിട്ട് പോകുന്നത് രേവതിനെ കാണാനും ചന്ദ്രമതിയെ കാണാനൊക്കെയാണ് വീട്ടിലേക്കായിരുന്നു. ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് അങ്ങനെ വന്നേ. അങ്ങനെ ഒന്ന് സ്കൂട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം രേവതി അവിടെ ഉണ്ടായിരുന്നു. രേവതി എവിടെ ചോദിച്ചു, ആഹാ കൊള്ളാലോ, ചേച്ചി ഭയങ്കര പണിയാണല്ലോ എന്ന് പറയണം. അപ്പോഴാണ് രേവതി വർഷേനെ കാണുന്നേ. ആ കേറി വാ വർഷ എന്ന് പറയണ. അല്ല എന്ത് പറ്റിയെന്ന് ഈ വഴിയൊക്കെ? അല്ല നല്ല സാരിയൊക്കെ നല്ല നല്ല ഭംഗിയുണ്ടല്ലോ, വല്ല കല്യാണം മറ്റും ഉണ്ടായിരുന്നു ചോദിക്കും. കല്യാണം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എന്ത് പറ്റി? നല്ല ഭംഗിയുണ്ട്, ഒരു പൂവിന്റെ കുറവുണ്ട്, ഞാൻ ഇച്ചിരി പൂ വെച്ച് തരട്ടെന്ന് ചോദിക്കുക. വേണ്ട, എനിക്കിപ്പോ പൂവൊന്നും വേണ്ടാന്ന് പറയാം. രേവതി മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെന്നത് തന്നെ വർഷം. പിന്നീട് വർഷം പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ ശ്രീകാന്തിന്റെ ലവിനെ കുറിച്ചെന്ന് പറയണം. ആണോ? എന്നാ ശരി പറഞ്ഞോളാൻ പറയണ. പെട്ടെന്നാണ് രേവതി ചിന്തിച്ച, അയ്യോ ലവോ? അയ്യോ നീ എന്താ വർഷയെ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ ചേച്ചി ഇപ്പൊ ദേഷ്യപ്പെട്ടാലും ശരി, വഴക്ക് പറഞ്ഞാലും ശരി, എനിക്ക് മനസ്സിൽ തോന്നി ഞാനങ്ങോട്ട് പറയും. ഞാനൊന്നും മനസ്സിൽ ഒളിച്ചു വെക്കുന്ന സ്വഭാവക്കാരിയല്ല. അതെ ഞാൻ ശ്രീകാന്ത് തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയാം, പ്രണയത്തിലാന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി ഞെട്ടി. എന്തൊക്കെയാ വർഷം നീ പറയണേ? അത് ചേച്ചി എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറയാം. എത്രയും പെട്ടെന്ന് വെച്ചാൽ ഉടനെങ്കിൽ ഉടനെ. ദേ എനിക്കാണെങ്കിൽ ചെറുക്കം കണ്ടോണ്ടിരിക്കുക, അധികം വൈകാതെ തന്നെ എന്റെ കല്യാണം ഉണ്ടാവും. വീട്ടുകാരെ ഉറപ്പിക്കുന്ന കല്യാണത്തിന് ഞാൻ കഴുത്തുണിച്ചു കൊടുക്കേണ്ടി വരും. അത് ഒരു കാരണവശാലും പാടില്ല. എനിക്ക് ശ്രീകാന്തിനെ മതി, ഞാൻ അവനെ വിവാഹം കഴിക്കുള്ളൂ. കല്യാണം കഴിക്കണം അവനോടൊപ്പം, ജീവിക്കുകയാണെങ്കിൽ അവനോടൊപ്പം, അല്ലാതൊരു ജീവിതം എനിക്കില്ല എന്ന് പറയണം. ആകെപ്പാടെ പെട്ടുപോയി. ഈ സമയത്ത് പെട്ടെന്ന് എന്റെ രേവതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല, എനിക്ക് അവനെ വേണം. ഒരു കാര്യം ചെയ്യാം, ഈ വീട്ടിലുള്ളവരോട് രേവതി ചേച്ചി എന്നെ പറയണം. ഇത് കേട്ടിട്ട് രേവതി പറഞ്ഞു, ഞാൻ ഈ കാര്യം ഈ വീട്ടിലങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മിക്കവാറും ഇറക്കി വിടുന്ന എന്നെ ആയിരിക്കും എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ സച്ചേട്ടനോട് പറയാം. സച്ചേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണെങ്കിലും തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ വർഷ പറഞ്ഞു, സച്ചേട്ടൻ സമ്മതിക്കുവോ? സമ്മതിക്കാതിരിക്കാൻ വഴിയൊന്നും ഇല്ലാന്ന് പറയണ. അല്ല പിന്നെ വർഷയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ സമ്മതിക്കില്ലെന്ന് ചോദിക്കോ? അത് സമ്മതിക്കുമെന്ന് തോന്നില്ല. എന്തേലും കാരണം ഉണ്ടോ അതിന്? ഉണ്ട്. എന്റെ അച്ഛനും ഇപ്പൊ ശ്രീകാന്തിന്റെ അച്ഛനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, പെൻഷൻ കാശിന്റെ കാര്യത്തില്. അപ്പോഴാണ് ആളെ പിടികിട്ടിയത് രേവതിക്ക്. ഇത്ര സമയം പക്ഷെ ആരുടെ മോളാന്നുള്ള കാര്യമൊന്നും രേവതിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് രേവതി, അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എനിക്കിപ്പൊ ആര് സമ്മതിച്ചാലും കൊള്ളാം, സമ്മതിച്ചില്ലേലും കൊള്ളാം, ഞാൻ ശ്രീകാന്ത് തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് പറയാം. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അച്ഛനും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയാം. ശ്രീകാന്തിനോട് ഞാൻ പറഞ്ഞു കല്യാണത്തെ കുറിച്ച്, പക്ഷെ അവൻ പറയുന്ന അവന്റെ വീട്ടുകാരെ അനുവദിക്കണം,
വീട്ടുകാർ വിവാഹം കഴിച്ചു കൊടുത്താൽ മാത്രമേ അവൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞേ. എന്റെ വീട്ടിൽ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ഓടി നടന്നല്ലേ ഞാന്. അന്ന് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ആവശ്യം ചോദിക്കുന്നത്. ശ്രീകാന്തിന്റെ എന്റെയും വിവാഹം നടക്കണം. അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാം. ചതിക്കരുത്. ഇത് കേട്ടതിന് രേവതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. രേവതി പറഞ്ഞു, സമാധാനം വരിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. സച്ചേട്ടൻ വരുമ്പോ ഞാനൊന്ന് പറയാന്ന് പറയാണ്. അതെ, പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടൊന്നും കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം. അത് മാത്രം എനിക്ക് വേണ്ടെന്ന് പറയാം. ഈ സമയം ബ്യൂട്ടി പാർലറിൽ നിന്ന് ചന്ദ്രമതിയും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു, എന്നാലും മോൾ ആ മസാജ് ചെയ്തുകൊണ്ട് ഇപ്പൊ നല്ല റിലാക്സേഷൻ ഉണ്ട്. കാരണം ബോഡിയൊക്കെ നല്ലൊരു അയവ് വന്ന പോലെ തോന്നുന്നു. ടെൻഷനൊക്കെ പകുതി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടൊരു ശ്രുതി പറഞ്ഞു, അതിലല്ലേ നമ്മൾ ഈ മസാജ് ഒക്കെ ചെയ്യുന്നേ. അങ്ങനെ അകത്തേക്ക് ഇറങ്ങിയിട്ട് രേവതിനെ ഞാൻ കണ്ടില്ല. ഇവളിത് എവിടെ പോയിരിക്കുന്നു? എങ്ങോട്ടേലും പോയിരിക്കുമായിരിക്കും. വെറുതെ എവിടെയും പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ജോലി ചെയ്യാൻ പറഞ്ഞാൽ ജോലിയും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ശ്രുതി പറഞ്ഞു, ഞാനേ മുറിയിലേക്ക് ചെല്ലട്ടെ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം വർഷയുടെ അടുത്ത് രേവതി പറഞ്ഞു, വർഷ ഞാൻ പറയുന്നതെന്ന് അനുസരിക്കുക. ഒരു പക്ഷേ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് വർഷയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വർഷ പറഞ്ഞു, അതേക്കുറിച്ചൊന്നും രേവതി ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ശ്രീകാന്തിനെ ഇഷ്ടമാണ്. എനിക്ക് വിവാഹം കഴിച്ചാൽ മതിയാവുള്ളെന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ പോ, ഞാൻ സച്ചേട്ടനോടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ വിളിച്ച് പറയാന്ന് പറയാണ്. അങ്ങനെ വർഷയുടെ ഒപ്പം രേവതി പുറത്തേക്ക് വരുമ്പോഴാണ് ചന്ദ്രമതി ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രേവതി എന്ത് ചെയ്താ വർഷനെ പറഞ്ഞയച്ചു തിരിയുമ്പത്തേനും ചന്ദ്രമതി ആരടിയാ വന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ശ്രീകാന്ത് സ്നേഹിക്കുന്ന പെണ്ണാന്ന് പറഞ്ഞ അതോടുകൂടി തീർന്നു. അല്ലമ്മേ, അത് പിന്നെ എന്റെ ഫ്രണ്ടാന്ന് പറയണ. നിന്റെ ഫ്രണ്ടോ? ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, നല്ല ഭംഗിയുള്ള നല്ല സുന്ദരിയാണല്ലോ കാണാൻ. ആകെ മോഡേണോ ആണെന്ന് തോന്നിയെന്ന് പറയാണ്. ചന്ദ്രമതി ശരിയാ, കണ്ടിട്ട് നല്ല ലുക്കും മട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇവളുടെ എങ്ങനെ ഫ്രണ്ടായെന്നാ മനസ്സിലാകത്തെ? ഇവളീ പൂക്കച്ചവടം നടത്തി ഇരിക്കുന്നവളല്ലേ? ഓ, ക്ഷേത്രത്തിൽ വെച്ച് കണ്ട വല്ല പരിചയമായിരിക്കും. അവള് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ആ പരിചയത്തിന് പുറത്തായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അത് ശരിയായിരിക്കും എന്ന് പറയണം. പിന്നെ രേവതി അങ്ങോട്ട് വന്നപ്പോ രേവതിയോട് ചോദിച്ചു, അല്ല നിന്നോട് പറഞ്ഞില്ലേ ഇവറ്റകളെ നീ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഫ്രണ്ടാന്ന് പറഞ്ഞ് ഓരോരുത്തിമാരൊക്കെ വന്നിരിക്കും. എങ്ങനത്തെ ഉള്ളവന്മാരൊന്നും നമുക്കറിയത്തില്ലോ എന്ന് പറയാം. അമ്മ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വർഷ നല്ലവളാന്ന് പറയണം. വർഷയെ കൊണ്ട് വേറൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. പക്ഷെ ഇതങ്ങോട്ട് വിശ്വാസമായില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതിക്ക് എന്തൊരു കള്ളത്തരം ഫീൽ ചെയ്തു. പെട്ടെന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു, അല്ല അമ്മക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുക. വേണ്ട, എന്റെ കൈ ജ്യൂസ് ഇരിക്കുന്ന നീ കണ്ടില്ലേന്ന് ചോദിക്കും. ആ സമയത്താണ് രേവതി അതുപോലെ ശ്രദ്ധിക്കുന്നത്. ഇത്ര സമയം വർഷനെ കുറിച്ചുള്ള ചിന്തകളായതുകൊണ്ട് അത് ചിന്തിച്ചു പോലുമില്ല. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്നാലും അത് ആരായിരിക്കും അമ്മ? ശരിയാ, നല്ല സുന്ദരിയായിട്ടൊരു പെങ്കൊച്ച്. ഇവളുടെ ഫ്രണ്ട് ആവണമെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നില്ല. എവിടെയോ എന്തോ ഒരു കള്ളത്തരമുള്ള പോലെ എനിക്ക് തോന്നുവെന്ന് ശ്രുതി അവളോട് പറയാണ്, ചന്ദ്രമതിയോട് പറയാണ്. പിന്നീട് വർഷ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവിടെ മസൂദനും മഹിമയും വർഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വർഷനെ കണ്ടത് പെട്ടെന്ന് മഹിമ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എടി നീ എന്ത് പരിപാടിയാടി കാണിച്ചെന്ന് ചോദിക്കുക. എന്താമേ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അതെ, ചടങ്ങ് പകുതിയായ സമയത്ത് നീ എന്തിനാ ഇറങ്ങിപ്പോന്നെ? ഫുഡ് പോലും കഴിച്ചില്ലോ എന്ന് പറയണം. എന്റെ അമ്മേ, ഞാനൊന്നും പറയുന്നില്ല, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പില്ലോ കേട്ടോ. ലഞ്ചിനാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ചെന്നപ്പോഴോ ചെറുക്കൻ വീട് കാണാനായിട്ട് നാണം ഉണ്ടോന്ന് ചോദിക്കണം. എന്തിനാടി നാണിക്കണേ? കല്യാണപ്രായം ആയപ്പന്നെ പെൺകുട്ടികളെ കെട്ടിച്ചുകൊണ്ടോന്ന് പറയാം. പിന്നെ എനിക്ക് നിങ്ങൾ കല്യാണമൊന്നും ആലോചിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും താറതല പറയുന്നതെന്ന് ചോദിച്ചാൽ അടിക്കാൻ വരുവാണ്. പെട്ടെന്ന് മസൂദൻ പറഞ്ഞു, ദേ മഹിമേ, നീ ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കണം. അച്ഛാ, ഈ അമ്മേനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയേ, അമ്മ ഇത് എന്ത് പരിപാടിയാ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഈ സമയം മസൂദൻ പറഞ്ഞു, മോളെ ഇനിയിപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്ക് കല്യാണപ്രായം ആയതാ, നിന്റെ വിവാഹം ഞങ്ങൾ നടത്തുമെന്ന് പറയാം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, എനിക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറയാം. മഹിമ വെച്ചു, നിനക്ക് ഇപ്പൊ വിവാഹം വേണ്ടേ, അതോ ഇനിയിപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ച് ചെറുക്കനെ വേണ്ടേന്ന് ചോദിക്കുക. ഞങ്ങൾക്ക് മനസ്സിലായി എന്താന്ന്. നിന്റെ മനസ്സിൽ അവനായിരിക്കും ആ രവീന്ദ്രന്റെ മോൻ ശ്രീകാന്ത്. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാലേ ഒരു കാരണവശാലും ആ വിവാഹ ജീവിതം നടക്കില്ല എന്ന് പറയാ. ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോ നീയും അവനും കൂടെ ഒന്നിക്കില്ലെന്ന് പറയാ. ഇത് കേട്ട വർഷ വെച്ചു, അത് അമ്മയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എന്റേതായ വ്യക്തിത്വം ഉണ്ട്. നാളെ ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് നടത്തില്ലെന്ന് പറയാൻ എനിക്ക് എന്താ അവകാശം ഇരിക്കുന്നത്? നിനക്ക് നിങ്ങളേതായ ഇഷ്ടങ്ങളില്ലേന്ന് ചോദിക്കും. ശരിയല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് മസൂദനൊന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞു, മഹിമ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലെ മോഹങ്ങളൊക്കെ നീ അങ്ങോട്ട് മാറ്റി വെച്ചാരെ. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഞാൻ കാണായിട്ട് പെണ്ണായിട്ട് നീ ഒറ്റ ഒരുത്തേ ഉള്ളൂ. നിന്റെ ജീവിതം എങ്ങനെയായി തീരണമെന്ന്
ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഇത്രയും വരെ വളർത്തിക്കൊണ്ട് വരാൻ അറിയാമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് പറയാം. പെട്ടെന്ന് വർഷ പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഞാൻ ഈ വിധത്തിനെ സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും അസുവനും പറഞ്ഞു, മോളെ ഇങ്ങനെയൊന്നും പറയരുത്. നാളെ ഇതേ അവനിങ്ങോട്ട് വരും. നിങ്ങൾ പുറത്തു പോയി ഡ്രസ്സൊക്കെ എടുക്കണം. അത്യാവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അറിയാലോ, ഈ വരുന്ന 15-ാം തീയതി നിന്റെ കല്യാണം ഉറപ്പിച്ചു വെക്കുമെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് വർഷ വെച്ചു, അച്ഛൻ എന്താണെന്നിട്ടേ പറയണേ? എന്റെ കല്യാണം ഉറപ്പിക്കണം, അത് ഞാൻ അറിയാതെ. ദേ ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറയും, നീ അനുസരിക്കൂന്ന് പറയാം. അച്ഛനെന്താ ഇങ്ങനെ? കുഞ്ഞുനാളിൽ മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു വന്നോണ്ടിരുന്നല്ലേ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? എനിക്ക് എന്റെ കല്യാണ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അവകാശമില്ലേ? ഇതിനു മുമ്പ് അച്ഛന് ജോലി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു? ജോലി പോലും കുറച്ചാളത്തിന് വേണ്ടെന്ന് വെച്ചിരുന്ന ആളാ. എന്നിട്ടോ ആ അച്ഛനാണ് ഇപ്പൊ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുക. എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല അച്ഛാ. എനിക്ക് അവനെങ്ങും ഇഷ്ടപ്പെട്ടില്ല. അവനെ കണ്ടാലും മതി. അതിനേക്കാൾ ഉപരി അവന്റെ സ്വഭാവം പെരുമാറ്റം ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പെട്ടെന്ന് മഹ്യം പറഞ്ഞു, അതെ നീ കൂടുതൽ സ്വഭാവം നോക്കേണ്ട കാര്യമില്ല എന്ന് പറയണ. എനിക്കറിയാം നിന്റെ ഈ മനമാറ്റത്തിന് കാരണം എന്താന്ന്. അവനല്ലേ അവനെ മനസ്സിലിട്ടോളം നടക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കും. വർഷം പറഞ്ഞു, പ്ലീസ് അമ്മേ, എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. ഇനി ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും നീ, അറിയാലോ. അത് മാത്രമല്ല, ആ ജോലി അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാല് ഇനിയിപ്പൊ ഡബിങ് ഒന്നും വേണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞ് നിന്റെ കല്യാണമാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ അവിടുത്തെ കമ്പനിയിൽ തന്നെ പോകാന്ന് പറയണം. പെട്ടെന്ന് വർഷം പറഞ്ഞൊരു കമ്പനി പോലും എന്നെക്കൂടെ കൂടുതലൊന്നും പറയിക്കില്ല. അവർക്ക് എന്തിന്റെ ബിസിനസ് ആണെന്ന് നമുക്ക് അറിയാവുന്ന ചോദിക്കണം. എന്തിന്റെ ബിസിനസ് എന്ന് നമുക്കെന്താ? ഓഹോ, അപ്പൊ അമ്മയുടെ മോൾ അവിടെ പോയി അനുഭവിക്കട്ടെ എന്ന് അതാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. എടി അങ്ങനെയൊന്നും അല്ല, നല്ലൊരു ബന്ധം ഇത്. ഈ ബന്ധം നടക്കണം. ഒരു കാരണവശാലും ഈ ബന്ധം ഉഴപ്പിപ്പോടാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും വർഷം പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ നോക്കിയാലും ശരി, എങ്ങനെയൊക്കെ നോക്കിയാലും ശരി, ഉറപ്പായിട്ട് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ കഴുത്തിൽ അവന് ഒരിക്കലും താലി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മോളെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകണം. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല രവീന്ദ്രൻ. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മധുസൂദനും മഹിമയോടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.